നടക്ക്. ചിന്നന്റെ അച്ഛൻ അവിടെ ഉണ്ടാവോ? ഇന്നെന്തായാലും നമുക്ക് കേറണം. വേ നടക്ക്. ചിടുക്കേ ഈ കേറ്. ഞാൻ തന്നെ കേറണം. പിടിച്ചിട്ടോ. ശരിക്കും പിടിച്ചല്ലേ? അതാ ചിന്നൻ അവിടെ ഉണ്ട്. മോനെ വിളിക്ക്. വേ വിളിക്ക്. ചിന്ന 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 ഓൻ പോയി. അയാള് വരുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിടാൻ പറഞ്ഞ അടുക്കളയിൽ ഉപ്പ് മുഴുവൻ വാരിയിടല അതിന്റെ അകത്ത്. അല്ലെങ്കിൽ അനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കാലത്തിൽ ഉപ്പ് തീരുമ്പോഴേ പോണത് എന്റെ കീശയിലെ പൈസയാ. പാകത്തിൽ ഉപ്പിടാൻ ശാരദല്ലേ ഇതിനകത്ത്. ചേച്ചി കുളിമുറിയില. ഓ ഇനി മേൽ അടുക്കള കയറിയാണ്ടല്ലോ എന്റെ സ്വഭാവം അറിയാലോ എനിക്ക്. നോക്ക് 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 നോക്ക്. അയാള് കണ്ടെന്ന് തോന്നുന്നു. എന്താ ഈ കുട്ടിക്ക് നിന്റെ മതിലിന്റെ മേലെ കാര്യം? ഈ പൊട്ടിത്തെറിച്ച കുട്ടികൾ കുറെ ദിവസം എന്റെ പറമ്പ് കയറി കളിക്കാൻ തുടങ്ങിയിട്ട്. ദാ നോക്ക്, പെരപ്പുറത്തെ കൊപ്പരയോ മാവുമല മാങ്ങിയോ ചാമ്പക്കയോ എന്തെങ്കിലും ഇവിടുന്ന് കളവ് പോയാല് അനക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ മോന്റെ ക്ലാസ്സിലെ കുട്ടികളാ. ഓനും എന്റെ കൂട്ടുകാർ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓന്റെ പഠിത്തം ചങ്ങാത്തൊക്കെ ഇന്നത്തോടെ ഞാൻ നിർത്തും. എന്താടാ നോക്കിക്കണ, പോയി പിടിക്കാ കുരുത്തം കെട്ട കുട്ടികളെ. കയ്യോടെ പിടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടിട്ട് ചോദിക്കണം മാഷന്മാരോട് മതിൽ ചാടാനാണ് കുട്ടികളെ പഠിപ്പിക്കണെന്ന്. എന്താ ഈ നോക്കി നിൽക്കണ, പോയി മതിൽ ചാട്. ഊരവേദന കാര്യം. ഓ ഇവന്റെ ഒരു ഊരവേദന. എന്നാ മതിൽ ചാടുന്ന ഗേറ്റ് വഴി പോ. അങ്ങോട്ട് പോയിവിട അവിടുന്ന്. ഓടുന്നു. And everybody just clap your hands. Clap your hands, everybody. And everybody just clap your hands. Clap your hands, everybody. ഫ്യൂസ് എവിടെ വെച്ച് പറയും മര്യാദയ്ക്ക്. അല്ല, എയർപോർട്ടിലേക്ക് വരണോ? ഇവിടുന്ന് സൂറയമ്മൊക്കെ വരണമെന്നാ പറയുന്നത്. അതൊന്നും വേണ്ടാന്ന്. വേണ്ട, ഒന്നും കെട്ടിപ്പേര് കൊണ്ടുവരണ്ടാന്ന്. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് പോന്നാ മതി.
അത്യാവശ്യക്കാർക്ക് ഞമ്മക്ക് ടൗണിൽ പോയി വാങ്ങിക്കൊടുക്ക. ആ കുട്ടികളൊക്കെ ഉറങ്ങാന്ന്. നീ ഓലൊന്നും ഇപ്പൊ വിളിച്ചുണത്തണ്ട. മണി ഇപ്പൊ എത്രയായിന്നപ്പ വിചാരം? ഹിബിയോ? നിങ്ങളെ പൊന്നാര മോളെ കാര്യല്ലേ നിങ്ങള് ചോദിക്കുന്നത്? ഓളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിക്കുന്നു. ഓളെന്തൊക്കെ കുരുത്തക്കേട് അവിടെ ഒപ്പിച്ചു വെക്കുന്നത്. നിങ്ങൾക്കതൊക്കെ പറയാ. എന്നാൽ ഓക്കെ, പഠിക്കണം എന്നുള്ളൊരു വിചാരവും ഇല്ല. മോന്തി നേരായാല് ലൈറ്റ് ഇടാൻ ഓളിട്ട് സമ്മതിക്കൂല്ല. കിണറ്റില് വെള്ളം കുറയൂന്നും പറഞ്ഞ് പൈപ്പ് ഓള് പൂട്ടിക്കാളും. ചോദിച്ചാ പറയൂ സ്കൂളിന്ന് പറഞ്ഞാന്ന്. കാര്യം എന്താണെങ്കിലും കുരുത്തക്കേട് ഇത്തിരി കൂടുതലാ. വല്ലാണ്ട് സഹിക്കാണ്ടായപ്പോ ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്ത്. ചോറുന്നാണ്ടിയാ കിടന്ന്. ഓളെ സ്കൂള് മാറ്റിയാലോന്ന് ഞാനൊന്ന് ആലോചിക്കുക. ഏതായാലും നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. പിന്നെ ഞാൻ പറയാൻ മറന്ന്, ഒന്നങ്ങോട്ട് നീ കിടന്നു. കുഞ്ഞിന്റെ സ്കൂള് വാർഷികാന്ന്. 1,500 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് വന്നിട്ട് കൊടുക്കല്ലേ? എന്നാ വെക്കല്ലേ? ഇനി വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. പറയാനുള്ളത് എന്താ? നീ അത് താഴത്തിട്ട് പൊട്ടിക്കല്ലോ. ഹലോ ഉപ്പച്ചേ, ഞാനാ ഇബമോളാ. ഉമ്മച്ചി പറഞ്ഞൊക്കെ നുണയാട്ടോ. നിങ്ങളൊന്നും കാര്യാക്കണ്ട, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാന്ന് ഇപ്പച്ചി കരുണല്ലേ. പിന്നെ 14-ാം തീയതി രാവിലെ അല്ലേ നിങ്ങൾ വരുന്നേ? നേരെ സ്കൂളിലൊക്കെ വന്നാതേ. അന്നിന്റെ സ്കൂളിലില്ലേ ഗംഭീര പ്രദർശനുണ്ട്, ജലശ്രീ പ്രദർശനം. ഞാൻ പറഞ്ഞില്ലേനോ? അതുകൊണ്ടില്ലേ എന്റെ സ്കൂളിലില്ലേ വലിയ കിണറിന്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണേ. ഇപ്പൊ ഏത്തം കേട്ടോ? ഏത്തം അതുണ്ട്. പിന്നെ ആമണ്ട്, മീനുണ്ട്, ജലചക്രം ഉണ്ട്. സ്കൂൾ വന്ന് അതൊക്കെ കണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോയാ മതിയേ. എന്റെ കളർ പെൻസിലിന്റെ കാര്യം മറക്കണ്ട. പിന്നെ എന്റെ ചെങ്ങാച്ചയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരണട്ടപ്പാ. ചോന്നാണിപ്പാ, അല്ലെങ്കിൽ ഉമ്മനോട് പെണ്ണിട്ടാരും പട്ടിണി കിടക്കോ? നേരാണിപ്പാ. ഇതാ പപ്പടം പൊട്ടിക്കണ ഒച്ച കേട്ടോളേ, കേട്ടോളേ, കേട്ടോളേ. വലുതാണ് കേട്ടോളേ. പോരെ ചിരിക്കില്ലിങ്ങള്. കുന്നിൻ ചെരുവിലെ കുഞ്ഞരുവി കഞ്ഞിവേലിഞ്ഞൊഴുകി ചാരത്തു വന്നൊരു പൊൻകുരുവി തീരക്കുളിരിലകം ഒഴുകി. നന്നാവുന്നുണ്ട്. ഉഷാറായി പ്രാക്ടീസ് ചെയ്യണം. ഉദ്ഘാടന വേദി ചെല്ലാനുള്ളതല്ലേ? ഉഷാറാക്കണം കേട്ടാ. പോയിക്കോളെ. എങ്ങനെ പരിപാടിയൊക്കെ ഉഷാറാവും? പരിപാടിയൊക്കെ നല്ലത് തന്നെ മാഷേ. പക്ഷേ ചില രക്ഷിതാക്കളിടയിൽ നിന്ന് മുറുമുറുപ്പ് കേൾക്കുന്നുണ്ട്. കുട്ടികൾ വീട്ടിൽ പോയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നാ കേട്ടത്. അല്ല, ഞാൻ ആലോചിക്കാം, നമ്മളെ പരിപാടികൾ എവിടെ പാളിപ്പോയോ മാഷേ? അത് നോക്കി മാഷേ, ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടുമ്പോഴേക്കും അസ്വസ്ഥരാകുന്ന നമ്മുടെ മക്കളെ കണ്ടു. നമുക്കിവിടെയും പേടിച്ചിട്ടില്ല മാഷേ. നിങ്ങൾ ക്ലാസ് കല്ലേ? അല്ല മാഷേ, ഇവിടെ പാത്തി വേണ്ട നമുക്ക്. ഏത്തല കിണറാകുമ്പോ ഒരു പാത്തിന്റെ ആള് സാറിന്. സാറേ, ഞങ്ങള് ഗ്രൂപ്പിന് ചാട്ടാ എഴുതി പകുതി ആയിട്ടുണ്ട്. ചിത്രം വരയ്ക്കാൻ അനുവദിച്ചിട്ടില്ല. ഓക്കെ, എന്താ പറ്റിയേ? ഓളെ അമ്മമ്മക്ക് സുഖല്ല, പിന്നെ പിത്ത വെള്ളത്തിന്റെ കുഴപ്പമാവും. സാറേ, സ്കൂളിട്ട് പോകുമ്പോ ഞങ്ങൾ അനുവിന്റെ വീട്ടിൽ പോട്ടെ? പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, സന്ധിക്കുമ്പോ വീട്ടിലെത്തണം. പിന്നെ നിങ്ങളെ കുറിച്ച് ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ ചാട്ടോടെ കൊണ്ടുവെക്ക്, ഓഫീസിലേക്ക് വെച്ചോ. അതെ, എല്ലാവരോടും പോണ്ട, കുറച്ചാൾക്കാർ ഇവിടെ കൂടി കൊടുക്ക്. നമുക്ക് അനുവിന്റെ വീട്ടിലേക്ക് പോകുമ്പല്ലേ കുറച്ച് നല്ല വെള്ളം കൊണ്ടുപോകാം. അത് നന്നായി. തവള കിട്ടിയ നമുക്ക്? കിട്ടിയിട്ടില്ല. തവള ആരാ കൊണ്ടുവരാന്ന് പറഞ്ഞത്? 4 അനു.
അതെത്തിക്കിടന്നാല്. ആ ആമ എവിടെ? ആമല്ലേ? ഇല്ല. ഇനി നമുക്ക് തോട്ടിലെയും പുഴയിലെയും വെള്ളത്തിന്റെ സാമ്പിൾസ് കിട്ടണം. PT ഏൽപ്പിച്ചതാണുള്ളത്. അവരൊന്നും പറഞ്ഞില്ല. അവരെ വിളിക്കുന്നാല്. സർ ഇറ്റ്സ് ടു മച്ച്. സി എന്റെ കയ്യിൽ ചളിയാക്കി ഇരിക്കുന്നു. എവിടെ നോക്കിയാലും ചളിയും വെള്ളവും. ഐ കാൻ അഡ്ജസ്റ്റ് ഇറ്റ്. എന്റെ സ്കൂൾ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു. സാരില്ല, തിരിച്ചളിയല്ലേ, കഴുകിയാ നന്നാവൂലേ? അതൊന്ന് സഹായിച്ചു കൊടുക്കടാ. ഓരോ ടീമേ. ചളി കഴിയുമ്പോൾ എന്നാണ് ഇത്ര ഇംഗ്ലീഷ് അറിയണേ? ഇപ്പൊ ശരിയാക്കി തരാം. കിണറ്റിനടുത്ത് നല്ല തിരക്കാണല്ലോ. അനുന്റെ വീട്ടിക്ക് ഇന്ന് വെള്ളം കൊണ്ടുപോവാൻ കാന്ന് തോന്നില്ല കേട്ടോ. അതിന് വഴിയുണ്ട്. ചിന്നെ വിളിക്കാം. ചിന്ന അച്ഛൻ വീട്ടിലുണ്ടോ? അറിഞ്ഞൂടാ. ഈ പോയി മോട്ടർ ഇടും, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ആ അല്ലമ്മേ, നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന വെള്ളം കിട്ടും. വെള്ളം കോരേണ്ട, അത് പാത്രത്തിലെത്തുവോ? കരുണം വരാണ്ട് വെള്ളം കിട്ടൂല മക്കളെ. ഇത് ഓന്റെ കിണറല്ലേ. ഈ കിണറ്റിലെ വെള്ളം ചിന്നന്റെ അച്ഛന്റെ മാത്രമൊന്നല്ല. വെള്ളം വേണ്ടേല് വന്നോളി, മോട്ടർ പെടും. വെള്ളപ്പ് വരെ പാത്രം പിടിച്ചോളിയേ. ആ മോട്ടർ ഇട്ട് പറഞ്ഞ കേക്കില്ല നിങ്ങള്. നേരെ വെക്കി മാറ്റി വെക്കി. ഇതാപ്പം നന്നായത്. അത് ശരി. ആ കുരുത്തം കെട്ട കുട്ടികളെ മുന്നിൽ നിങ്ങളൊക്കെ പാത്രം നീട്ടി കൊടുക്കാൻ എല്ലാരും അല്ലേ? നല്ല സുഖം. നിന്റെ കറണ്ട് ചെലവാക്കിയിട്ട് കിണറിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാണ് ഓസിന് അല്ലേ? ഈ കിണറിന്റെ കാരണവന്മാരെ കുത്തിയതേ എനിക്കും എന്റെ കുടുംബത്തിനും വെള്ളം കുടിക്കാനാ, അല്ലാതെ നിങ്ങളെ കുടിപ്പിക്കാനൊന്നല്ല. അല്ലെങ്കിൽ ആരെയാ ഞാൻ വെള്ളം കുടിപ്പിക്കണത്? പണ്ട് ഞാൻ പഞ്ചായത്തിൽ മെമ്പറായിട്ട് മത്സരിക്കാൻ നോക്കിയപ്പോഴേ നിങ്ങളൊക്കെ പറഞ്ഞ വർത്താനം എനിക്കറിയാം. കരുണന് വിവരമില്ല, കരുണ മനുഷ്യത്തില്ലാത്തവനാണ്. എനിക്ക് അന്നേ അറിയാം. മഴ മാറും, വെയിലിറക്കും. വേനൽ വരുമ്പോ എല്ലാരും എന്റെ കാൽച്ചോട്ടിൽ വരുന്ന എനിക്കറിയാം. ഒരിത്തിരി വെള്ളത്തിന് വേണ്ടി എന്റെ മുന്നിൽ വന്ന് നിങ്ങളൊക്കെ ഇരക്കും. ഞാൻ കേട്ടോളി, ഇന്നു മുതൽ ഞാൻ ഈ കിണറിന്റെ വെള്ളത്തിന് വില ഇടാൻ പോവുക. കൊട ഒന്നിന് 50 ഉറുപ്പ്യ. സൗകര്യമുള്ളവർ വാങ്ങിയാ മതി. എന്റെ വെള്ളല്ലേ? ഈ കരുണൻ ആരാന്നേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആളെ ബഹുമാനിക്കാനാ ആദ്യം നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. പ്രസംഗം തീരൂല മക്കളെ. ഞങ്ങൾക്ക് തിരി വെള്ളം തരുമോ? താങ്ക്സ് അമ്മ. ഓ ആയിക്കോട്ടെ മക്കളെ. ഇതാരൊക്കെയാ വന്നത്? അനി തിരുമ്പാൻ പോവല്ലേ? ആ പോയേൽക്ക. അമ്മമ്മ ഇവിടെ ഇല്ലേ? അമ്മേ, അമ്മമ്മേ, അമ്മക്ക് സുഖണ്ടോ? ആ അമ്മക്ക് ഞങ്ങൾ എന്താ കൊണ്ടുവന്ന നോക്കി. നല്ല വെള്ള. എല്ലാരും കൊണ്ടുവന്നല്ലേ വെള്ളം. മോളൊരു പാത്രം എടുത്തോ. അനു ചിത്രം വരച്ചോ? ആ നമുക്ക് അനുവിന്റെ പേര് പോയാലോ? കക്ക വെറുക്ക മീനും പിടിക്കാ. അമ്മ എന്നാ പോയരാ. ആ മക്കളെ ശ്രദ്ധിക്കണേ. ചിത്രം നാളെ സ്കൂളിലേക്ക് വരുമ്പോ കൊണ്ടുവന്നാ മതി. ശ്രദ്ധിക്കണേ.
നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്ത് കണ്ടുവരുന്ന രോഗങ്ങളെ കുറിച്ചാണ്. കടുത്ത പനിയും മഞ്ഞപ്പിത്തവും നാട്ടിൽ റിലേ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ഇത് വരാതിരിക്കാൻ കുറെ സൂത്രങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി വ്യക്തിത്വ ശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, തണുത്ത പാനീയങ്ങൾ, ഉപ്പിലിട്ടത് എന്നിവ ഒഴിവാക്കുക, ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് മഞ്ഞപ്പിത്തത്തിനോട് ഗുഡ് ബൈ പറയാം. സോ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നിങ്ങളവിടെ മീറ്റിംഗ് ഉണ്ടേ വരണേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ വരാറ്റി ടീച്ചർ ചോദിച്ചു കിട്ടോ. ടീച്ചർക്ക് അതല്ലേ പണി. മറന്നോല്ലേ? എന്തായാലും ഉച്ചക്ക് വരണേ. കുഞ്ഞെ മതിയുടെ എന്റെ കൊളി ഇതൊന്ന് പോടിയാടുന്നേ. സ്കൂളിൽ പോയിക്കോ, ഞാൻ തുറക്കൂല. അനക്ക് മാത്രം വിളിച്ചാ മതി. ആ മതി. ടാങ്കിൽ വെള്ളപ്പം പോകാൻ തീർക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ കാണില്ല. ഓന്റെ കുളി അങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഇമ്മയും കണക്കാ മോനും കണക്കാ. ഇജി തുറക്കണ്ട, അന്ന് ഞാൻ കാണിച്ചരാ. വെള്ളം കഴിഞ്ഞ് ഓള് വാൾവ് കൂട്ടിയായിരിക്കോ. വാൽവിന്റെ അടുത്തേക്ക് ഓള് പോയില്ല. ആ പോണാക്ക. കറണ്ട് ഇല്ല കുഞ്ഞേ. അപ്പുറത്തുനിന്ന് പാട്ടേക്കുന്നുണ്ടല്ലോ. ഇതാ ഗുബന്റെ പണിയായിരിക്കും. നിങ്ങളൊന്ന് നോക്കി. ആ ഫീസ് ഓള് ഊരാവും. ഓളെന്നയിക്കും. ഓളെ പിടിക്കുമ്പോ ഓളെവിടെ? ഓളല്ലാണ്ട് പണിയാരും ചെയ്യൂല. ഇങ്ങോട്ട് പടി. എന്നോട് ഞാൻ പറയല്ലേ കറണ്ട് കളിക്കരുതെന്ന്. ഞാൻ വീട്ടിലെ ഏട്ടനോട് സോപ്പിട്ട് വാങ്ങിയത് അപ്പിലാപ്പിയാന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു വിളവനാ. വെള്ളെടുക്ക്. വേഗം കൊണ്ട് ഇതിപ്പോ ചാവൂ. ബാഗ് കൊപ്പിടിക്ക്. ബഹുമാന്യരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം ചേർന്നിരിക്കുന്നത്. വരുന്ന 14-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്ന ജലശ്രീ പ്രദർശനമാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട. കഴിഞ്ഞ വർഷം നമ്മൾ വൈദ്യുതി മിച്ചം വെക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അത് വളരെയധികം വിജയം കൈവരിക്കുകയും ചെയ്തു. ഈ വർഷം നമ്മുടെ പ്രധാന വിഷയം ജലസംരക്ഷണമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണക്കാർ നമ്മുടെ വിദ്യാലയവും വിദ്യാർത്ഥികളുമാണ്. ഈ വിദ്യാലയം മറ്റുള്ള സ്കൂളുകൾക്ക് ഒരു മാതൃകയാണ്. എന്ത് മാതൃകയാണ് നിങ്ങൾ പറയുന്നത്?
നിങ്ങളെ സ്കൂളിലെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കുണ്ടായസങ്ങൾ എന്താ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടുത്തെ അറാമ്പറപ്പായ കുറച്ച് കുട്ടികൾ ഏത് നേരം എന്റെ വീട്ടിന്റെ മുറ്റത്തും പറമ്പത്തുമാണ്. ഇന്നാളെ ഒരു കിണറ്റിലെ പൈപ്പ് പൊട്ടിച്ചിട്ട് നാട്ടുകാർക്ക് വെള്ളം കട്ടുകൊടുത്തുന്ന്. വെള്ളം കൊടുക്കണം നല്ല കാര്യമല്ലേ കരുണേട്ടാ? എന്നാ പിന്നെ ഈ അന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്ക് ശശിയെ. അന്റെ വീട്ടിൽ കൊണ്ടേ കുട്ടികൾക്ക് പൈപ്പ് പൊട്ടിച്ച് കൊടുക്ക്. നിങ്ങളൊന്ന് ക്ഷമിക്കുന്നു. എന്ത് ക്ഷമിക്കാൻ? അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ യുവത്തിന്റെ അജണ്ട മാറ്റരുത്. എന്റെ കുട്ടികളെ എനിക്കറിയാം, ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല അവര്. നിങ്ങൾ അജണ്ട ചർച്ച ചെയ്യും. നമ്മളെ 14-ാം തീയതിയുടെ പരിപാടിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആ പരിപാടിയിലേക്ക് എല്ലാവരുടെ സഹായം സഹകരണം നല്ല വർത്താനൊക്കെ നിർത്തിക്കളെ. നിങ്ങൾ ഇരിക്കും, ഇതൊരു മീറ്റിംഗ് അല്ലേ? കുട്ടികളെ ഇപ്പൊ എന്റെ വീട്ടിലെത്തിക്കണ് പറഞ്ഞ കുട്ടികള്. എന്റെ വീടിന്റെ പറമ്പിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാല് അവിടുന്ന് ഒരു ഈർക്കില് പോയാല് സ്കൂള് ഞാൻ പൂട്ടിക്കും. പ്രശ്നം ഉണ്ടാക്കല്ലേ ഇവിടെ? മാറിക്കണോ? അല്ല പിന്നെ മാഷെ കരുണം പറഞ്ഞതാ, ഓനെ ശ്രദ്ധിക്കണം. എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ? ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങളോട് എന്റെ പറമ്പ് കയറാൻ പറഞ്ഞ് ആ സത്യങ്ങളെ എന്തെടുക്കാനായിട്ട് നിങ്ങൾ ഇവിടെ വന്ന്? കുറെ ദിവസമായി നിങ്ങൾ ഈ പറമ്പ് കിടന്ന് ചുറ്റി കളിക്കാൻ തുടങ്ങിയിട്ട് എന്താ നിങ്ങൾ ഇവിടുന്ന് കട്ടെടുത്ത്? സത്യം പറയാ, നിങ്ങൾക്ക് നല്ല ആരെങ്കിലും കൊണ്ട് പറഞ്ഞേ? മാറാണെന്ന് ഞാൻ ചോദിക്കും അവരോട്. എന്താ മക്കൾ ഉണ്ടായത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്നോട് പറയും, നിങ്ങൾ എന്തെടുക്കാണ് മക്കളോട് വന്നത്? ഞങ്ങളൊന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല. ആ പൈപ്പ് പൊട്ടി ഒരുപാട് സ്ഥലത്തേക്ക് വെള്ളം ഒഴിച്ചു പോണെന്ന് കണ്ടപ്പോ ഇത് പിടിച്ച് കെട്ടാൻ വേണ്ടി വന്നതാ. ഇതിനാ ഞങ്ങൾ പല പ്രാവശ്യം പറമ്പില് കയറാൻ നോക്കിയത്. അപ്പൊ ഇയാള് ഞങ്ങൾ ഓടിച്ചു. വെള്ളം പായപ്പോന്നത് കണ്ടപ്പോ സഹിച്ചില്ല സാറേ, അതുകൊണ്ടാ. വെള്ളം കിട്ടാണ്ട് എത്ര ആളവിടെ കഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ മക്കൾ തെറ്റ് ചെയ്യില്ലെന്ന്. വെള്ളം പോകാൻ ദണ്ണം കൊണ്ട് ആ മതിൽ ചാടി അവര് പണിയൊക്കെ ചെയ്തത്. പലരും കരുതും പോലെ എന്റെ മക്കള് കുരുത്തക്കെട്ടവരല്ല. മണ്ണിനെയും വെള്ളത്തെയും സ്നേഹിക്കുന്നവരാണ് അവര്. പാഠപുസ്തകത്തിലുള്ളത് വായിച്ച് പഠിച്ചതല്ല അവര്. മണ്ണിറങ്ങിയും മഴനനഞ്ഞും പഠിച്ചതാണ് അവരിത്. ഇതിൽ കളങ്കല്ലേ കരുണ? ഇയാൾക്ക് പ്രാന്തമാശേ ചങ്ങലക്കിട വേണ്ട. നമ്മളെ കുട്ടികളെ കള്ളന്മാരാക്കാൻ നോക്കല്ലേ ചെയ്ത്? നമുക്ക് നമ്മുടെ പിള്ളേരല്ലേ വലുത്. വാ മാഷേ. ഈ കിണറിന്റെ കാരണന്മാരെ കുത്തിയതേ എനിക്കും എന്റെ കുടുംബത്തിനും വെള്ളം കുടിക്കാനാ, അല്ലാതെ നിങ്ങളെ കുടിപ്പിക്കാനൊന്നല്ല. ഒരിത്തിരി വെള്ളത്തിന് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് നിങ്ങളൊക്കെ അരക്കും. ഈ കരുണൻ ആരാന്നേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കേട്ടോളി. ഇന്നു മുതൽ ഞാൻ ഈ കിണറിന്റെ വെള്ളത്തിന് വിലയിടാൻ പോവുക. കൊട ഒന്നിന് 50 ഉറുപ്പ്യ. സൗകര്യമുള്ളവർ വാങ്ങിയാ മതി. എന്റെ വെള്ളല്ലേ, അവിടുന്ന് ഒരു ഈർക്കിൽ പോയാല് സ്കൂള് ഞാൻ പൂട്ടിക്കും. ആരോട് എന്റെ കിണറ്റിന് വെള്ളം കാക്കണത്?
പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ല അല്ലേ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ കരുണിന് നിങ്ങളെന്താ പറയാനുണ്ട്? വാ കരുണ. എനിക്ക് എന്തപ്പം പറയേണ്ടത് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ ഇതുവരെ വെറുപ്പിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊരു തെറ്റുപറ്റി. തെറ്റെനിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ മക്കൾ എന്റെ കണ്ണു തുറപ്പിച്ച് ഈ ലോകത്ത് എന്നെപ്പോലെ വേറെ മനുഷ്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈ ലോകത്ത് വെള്ളവും വെളിച്ചവും വായുവും ഒക്കെ എല്ലാവർക്കും വേണ്ടാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എത്ര വെള്ള ഈ കിണറ്റിലെ ഞാൻ അനാവശ്യമായിട്ട് ഒഴുക്കിവിട്ട് ഈ നാട്ടുകാരെ ഞാൻ ഒരുപാട് പ്രാഗിരുന്നുണ്ട് മാഷെ. എല്ലാം എന്റെ തെറ്റാ. ഈ കിണറ്റില് ഈ ജന്മം മുഴുവനും നിങ്ങൾ ഉപയോഗിച്ചാൽ തീരാത്ത വെള്ളമുണ്ട്. അതിനി ഞാൻ തടഞ്ഞു വെക്കൂല. ഈ കിണറിന് ഇന്റതല്ല, നിങ്ങളത് കൂടിയാ, എന്റെ നാട്ടുകാരതാ. ഇത് ഞാനല്ല ഈ നാട്ടിന് സമർപ്പിക്കേണ്ടത്. എന്റെ കണ്ണ് തുറപ്പിച്ച ഈ കുട്ടികളാ. അല്ല പക്ഷേ മക്കളെ,